ജിയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ കീഴടങ്ങിയ പ്രതികൾ കുറ്റം സമ്മതിച്ചു. അറസ്റ്റിലായ ജീവനക്കാരെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി പുനരാവിഷ്കരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, പല വിധത്തിൽ ട്വിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസാണ് ഇത്. ഏതായാലും പ്രതികൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ഈ പുനരാവിഷ്കരിക്കുന്ന രീതി അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണോ? വിവരങ്ങൾ. ലക്ഷ്മി, വിനീതയും രാധാകുമാരി ഇവർ രണ്ടുപേരിലായിരുന്നു റിമാൻഡിലായിരുന്നത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലായിരുന്നു ഇവർ റിമാൻഡിലായിരുന്നത്. അതിനുശേഷം തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിച്ചതായിരുന്നു. അതിനിടയിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇവർ രണ്ടുപേരും കുറ്റം സമ്മതിച്ചത്. നിലവിൽ മറ്റൊരു പ്രതിയായിട്ടുള്ള ദിവ്യ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അവർക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ദ്രുതഗതിയിൽ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഈ സംഭവത്തെ കുറിച്ച്, എങ്ങനെയാണ് ഈ ക്രൈം നടത്തിയത് എന്നതിനെ കുറിച്ച് ഇതാക്കാൻ വേണ്ടി ഈ അന്വേഷണ സംഘം ആ ജീവനക്കാരെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. പക്ഷേ ഈ തട്ടിപ്പ് ഇത് പുനരാവിഷ്കരിച്ച സമയത്തൊന്നും ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെ തട്ടിപ്പ് നടന്ന രീതി വളരെ കൃത്യമായിട്ട് അവർ പോലീസിന് മുന്നിൽ വിവരിച്ചു നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ജീവനക്കാർ 40 ലക്ഷത്തോളം രൂപയാണ് കസ്റ്റമേഴ്സിൽ നിന്ന് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്ന് കഴിഞ്ഞ ദിവസം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റിവെച്ചാണ് ഇവർ ഇത്രയും ഡിജിറ്റൽ ഇടപാടുകൾ നടത്തി തട്ടിപ്പ് നടത്തിയതെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇവർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാലും മറ്റൊരു പ്രതിയായിട്ടുള്ള ദിവ്യയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ദിവ്യയെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ പൂർണ്ണമായി ഇവർ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം എത്ര പണം കൂടി ദിവ്യയും കൂടി തട്ടിയെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും നേരത്തെ ഇവർ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള പരാതികൾ ഉന്നയിച്ച ആളുകളാണ്. ഇപ്പോൾ ഈ പ്രതികളായിട്ട് കുറ്റം സമ്മതിച്ചിരിക്കുന്ന ഈ ആളുകൾ നേരത്തെ കൃഷ്ണകുമാറിനെതിരെ പരാതി ഉയർത്തിയവരാണ്. ആ പരാതി അവർ പിൻവലിച്ചിട്ടുണ്ടോ? ആ കേസിന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? ലക്ഷ്മി, സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കേസിലാണ് മെറിറ്റ് എന്ന് അന്വേഷിച്ച് അതിലായിരിക്കും കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുക. മറ്റൊരു മെറിറ്റ് അല്ലാത്ത കേസ് ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയും എന്നത് തന്നെയായിരുന്നു പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളും പരാതിയും ഉന്നയിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ മൂവർ സംഘം. എന്നാൽ അത് അത്തരത്തിലൊന്നും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പരാതി ഒരു കൗണ്ടർ പരാതിയായി നൽകിയതാണെന്ന് പോലീസിന് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ദിയ കൃഷ്ണയുടെ പരാതിയിൽ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുകയും ലക്ഷക്കണക്കിന് രൂപ അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.